ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നല്ല വെറൈറ്റി റൈസ് റെസിപ്പിയാണ്, ബുഹാരി റൈസ് വിത്ത് മന്തി ചിക്കൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഉള്ളിയല്ലേ വറുത്തെടുക്കാറ്. അതിന് പകരം ഇതിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് വറുത്തെടുക്കുക. അതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം സവാള അരിഞ്ഞത് ചേർക്കുക. സാധാരണ നമ്മൾ കപ്സയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിലേക്ക് സവാള അരിഞ്ഞ് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഉപ്പ് കൂടി ചേർത്തിട്ട് അതപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടുമല്ലോ. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയത് കൂടി ചേർക്കുക. നന്നായിട്ട് പേസ്റ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് അത് അതിലേക്ക് ചേർത്തതിന് ശേഷം ഈ ഹോൾ സ്പൈസസ് ഇത് നമുക്ക് ഉള്ളി ചേർക്കുന്നതിന് മുന്നേ ആദ്യം വേണമെങ്കിൽ ചേർക്കാം, ഇപ്പോൾ ചേർത്താലും പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ കുറച്ച് സമയം വഴറ്റിയെടുത്തിട്ട് കുറച്ച് 3 ഉണക്ക നാരങ്ങ ഞാൻ അതൊന്ന് നടുക്ക് കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. അതിനുശേഷം 2 തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചതാണ്, തീരെ വെള്ളം ചേർത്തിട്ടുള്ള. തക്കാളി പേസ്റ്റ് ആക്കിയപ്പോഴുള്ള വെള്ളം മാത്രമേ അതിലുള്ളൂ. അത് നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് മാഗി ക്യൂബ് അഥവാ ചിക്കൻ ക്യൂബ് അതിലേക്ക് ഇട്ട് 1 ചിക്കൻ ക്യൂബ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അറബിക് സ്പൈസ് പൗഡറാണ്, അതോ മന്തി മസാല എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്നത്. ആദ്യം ഞാനിതിലേക്ക് ഇട്ടത് കടയിൽ നിന്ന് വാങ്ങിയ പൊടിയും, രണ്ടാമത് ഞാനിട്ടത് വീട്ടിൽ പൊടിച്ച പൊടിയാണ്. പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും. ഇത് മാത്രമേ ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ ഒരു പൊടികൾ മാത്രം മതി. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഈ പൊടികളൊക്കെ നന്നായി വഴണ്ടി വന്നതിന് ശേഷം ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കൻ ഞങ്ങൾ വാങ്ങിയപ്പോൾ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്ത് കിട്ടിയത്. പക്ഷേ ഇത്ര ചെറുതാക്കണ്ട, നല്ല വലിയ കഷ്ണങ്ങളാക്കി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ചെറിയ കഷ്ണങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടത്. ഇനി ചിക്കനൊക്കെ ചേർത്തതിന് ശേഷം അത് നന്നായി ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക കുറച്ച് സമയം. അതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വന്നതിന് ശേഷം അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 3.25 കപ്പ് വെള്ളമാണ്, നല്ല ചൂട് വെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 2 കപ്പിന് ശരിക്കും 4 കപ്പ് അരി എന്നാണ് പറയുക. പക്ഷേ നമ്മളിവിടെ തക്കാളിയൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ അതിന് പാകം ആയിക്കോളും. അപ്പോൾ 4 കപ്പ് ആയിക്കോളും. അതുകൊണ്ടാണ് ഇവിടെ 3.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അടച്ച് വെച്ച് തിളക്കുന്നത് വരെ നല്ലപോലെ തിളപ്പിക്കുക. ഇനി ഇത് തിളച്ചതിന് ശേഷം ഈ ചിക്കനൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുക്കണം. ഇതിപ്പോൾ ഈ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചിക്കന് സെപ്പറേറ്റ് ആയിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ചിക്കനൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, വലിയ പീസാകുമ്പോൾ നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ചെറിയ പീസായാലും കുഴപ്പമൊന്നുമില്ല, ഒന്നും കൂടി എളുപ്പമാവുക വലിയ പീസായിരിക്കും. ഇനി നമ്മൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച അരിയാണ്, ബസ്മതി റൈസാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അരിയൊക്കെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് പാകത്തിനാണോ എന്നൊന്ന് നോക്കുക. ആണ് എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണ്ട, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാൻ കഴിയില്ല, ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ ചേർക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മാഗി ക്യൂബ്, കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് പച്ചമല്ലി, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ള അറബിക് സ്പൈസ്, പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് നല്ല പോലെ അത് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് കാശ്മീരി മുളക് പൊടിയാണെങ്കിലും അത് ചേർക്കാം, ഇല്ലെങ്കിൽ കളർ ചേർക്കാം. ഞാൻ കളറിന് വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ചേർക്കുന്നത്, പക്ഷേ കളർ നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കനൊക്കെ അതിലേക്ക് ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ട് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടത് വേവിച്ചെടുക്കുന്നത്. ഓൾറെഡി വെന്തതാണ്, നമുക്കൊന്ന് പൊരിഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ആക്കിയെടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ അത് ചെറിയ തീയിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോഴൊക്കെ നമ്മൾ റൈസൊക്കെ നല്ല പോലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ തുറന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്, ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, ആ ക്യാരറ്റും മുന്തിരി കൂടി അതിൻ്റെ മുകളിൽ വിതറിയിട്ട് നമ്മൾ ദമ്മ് ചെയ്ത് കൊടുക്കണം. ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ ദമ്മ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ചെറിയ തീയിലാക്കി വെച്ചിട്ട് കൊടുക്കണം. അപ്പം ഈ ക്യാരറ്റും മുന്തിരി എല്ലാം കൂടെ അതിൻ്റെ മുകളിൽ നമ്മൾ വിതറിയിട്ട് നമ്മൾ ഫോയിൽ പേപ്പർ കൊണ്ട് ദമ്മ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പോലെ നമ്മൾ മന്തിയൊക്കെ ദമ്മ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നല്ല പോലെ ടൈറ്റ് ആക്കിയിട്ട് ദമ്മ് ചെയ്യുക.
അങ്ങനെ നമ്മൾ ഫോയിൽ പേപ്പറും പ്ലേറ്റൊക്കെ വെച്ച് ദം ചെയ്ത് ഇനി ഇതൊരു ചെറിയ തീയിൽ ഒരു 15-20 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലാക്കിയിട്ട് ദം ചെയ്ത് വെക്കുക. അപ്പോഴൊക്കെ നമ്മൾ ചിക്കനൊക്കെ അവിടെ ഒരു ഭാഗമൊക്കെ നല്ല പോലെ കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളെ ദം ചെയ്തൊക്കെ നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ, കണ്ടോല്ലേ, നല്ല സ്മെല്ല് വരും, ആ ക്യാരറ്റിൻ്റെയും മുന്തിരിയുടെയും ഒക്കെ സ്മെല്ല്. ഇനി നമ്മത് പ്ലേറ്റ് ചെയ്യണം. അപ്പോൾ പ്ലേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ മുകളിൽ വെച്ചിട്ടുള്ള ക്യാരറ്റും മുന്തിരിയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുകയല്ല, ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പം അത് ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അടിയിലുള്ളതോ അല്ല നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് റൈസ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാ കഴിക്കുന്ന കപ്സ മന്തി അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ല, ഈ ക്യാരറ്റിൻ്റെയും മുന്തിരിയുടെ ഒക്കെ ഒരു സ്മെല്ലും ഇതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റും എല്ലാം കൂടെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പം അത് നമ്മൾ പ്ലേറ്റ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ, റെഡിയാക്കാനുള്ള ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ആ ക്യാരറ്റ് മുന്തിരിയും അതിൻ്റെ ടോപ്പിങ്ങിലൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ചിക്കനാണ് ഇനി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഡിഫറൻറ്റ് ടേസ്റ്റിലുള്ള ബുഹാരി റൈസ് വിത്ത് ചിക്കൻ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.